കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ആശയവും അഭിലാഷമായതും പ്രളയകാലം മുതൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയായി പ്രവർത്തിക്കുവാൻ കേരള പോലീസിന് കഴിഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് 4-ാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള ആംഡ് പോലീസ് 2, 4 ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങളോട് ഏറ്റവും അടുത്തിടപഴകുന്ന ഒരു വിഭാഗമാണ് പോലീസ്. കേരളത്തിലെ പോലീസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് നമ്മുടെ രാജ്യം ശ്രദ്ധിച്ച ഒരു ദുരന്തം ഒരിടത്ത് നടന്നപ്പോൾ അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളോട് ചോദിച്ചതായിട്ട് മാധ്യമ വാർത്തകൾ വന്നു. എന്താണ് ഒരു ഡ്രൈവറുടെ കാര്യത്തിൽ ഇത്രയധികം ഒച്ചയും ബഹളവും ഉണ്ടാകുന്നത്? അത് ഇവിടുത്തെ ഒരു പോലീസുകാരന് ചോദിക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ പോലീസിൻ്റെ രീതികളെ മാറിപ്പോയി. അത്രമാത്രം മാനവിക മുഖം പോലീസിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ വ്യതിയാനത്തിന്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങൾ നേരിടത്തക്ക രീതിയിൽ നാം കൂടുതൽ കരുതൽ ജാഗ്രത നേടേണ്ടതായിട്ടുണ്ട്. അതിലെ ഒരു ഭാഗം ദുരന്തമുണ്ടായാൽ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ്. എല്ലാത്തരം പരിശീലനവും പൂർത്തിയാക്കിയ ഏതൊരു ആപൽഘട്ടത്തെയും നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസിലുണ്ടാകണം. ഇതിന് ആവശ്യമായ നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, എം വിജിൻ MLA, ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ്, ADGP ആംഡ് പോലീസ് ബറ്റാലിയൻ MR അജിത് കുമാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIGയുടെ അധിക ചുമതലയുള്ള G ജയദേവ്, KAP 2 ബറ്റാലിയൻ കമാൻഡ് R രാജേഷ്, KAP 4 ബറ്റാലിയൻ കമാൻഡ് അരുൺ K പവിത്രൻ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 2023 നവംബറിൽ പരിശീലനം ആരംഭിച്ച KAP 4-ാം ബറ്റാലിയനിലെ 162, KAP 2-ാം ബറ്റാലിയനിലെ 152 സേനാംഗങ്ങൾ ഉൾപ്പെടെ ആകെ 314 പോലീസുകാരാണ് KAP 4-ാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത്. പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത് KAP 4-ാം ബറ്റാലിയനിലെ അഖിൽ കുമാർ M, സെക്കൻഡ് ഇൻ കമാൻഡർ KAP 2-ാം ബറ്റാലിയനിലെ വിഷ്ണു മണികണ്ഠൻ എന്നിവരായിരുന്നു. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവർക്ക് മൊമെന്റോ നൽകി. ചടങ്ങിൽ 1996 ട്രെയിനിംഗ് ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥർ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.